ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു മാത്ത് മാജിക് എന്ന കാറ്റഗറിയിലെ ഒരു മാജിക് കാണാം. ഇത് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു മാജിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെൽഫ് വർക്കിംഗ് മാജിക്കാണ്. അപ്പോൾ നിങ്ങളിത് കാണുക, എൻജോയ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എൻ്റെ മാജിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മാജിക്ക് കാണാം. അപ്പോൾ നമുക്കൊരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു മാജിക്. ഇത് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാജിക്കാണ്. അപ്പൊ ഞാൻ നിന്നോടൊരു സംഖ്യ മനസ്സിൽ ആലോചിക്കാൻ പറയുന്നത് 100-ന് താഴെയുള്ളതായിരിക്കണം. അപ്പൊ 100-ന് താഴെയുള്ള സംഖ്യ എത്ര തൊട്ട് എത്ര വരെയാ? 1 to 99. അപ്പൊ ഈ 1 to 99ന്റെ ഇടയ്ക്ക് ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ നമ്പർ 99 അങ്ങോട്ടൊന്നും പോകണ്ട. ഒരു 1 to 60-65 റേഞ്ചിൽ തൊട്ട് 60-65 ആ നമ്പർ മറന്നു പോയത്. ഇനി എന്റെ കുറെ കാർഡുകളുണ്ട്, കണ്ട ഇതിന്റെ കുറെ കാർഡുകളുണ്ട്, ഇതിൽ കുറെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിനക്ക് ചെയ്യാനുള്ളത് ഇതാണ്. ഞാൻ ഈ കാർഡ് നിന്നെ ഒന്ന് കാണിക്കാം. നിന്റെ ആ നമ്പർ ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് പറയണം. നന്നായിട്ട് നോക്കും. ഇതിനകത്തുണ്ട്. അപ്പൊ ഈ കാർഡ് ഞാൻ കാണിച്ചു, ഇതിനകത്ത് ആ കാർഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാർഡ് കൂടെ കാണിക്കാം. ഇതിൽ ആ നമ്പർ ഉണ്ടോ ഇല്ലെന്ന് പറയണം. ഉണ്ട്. അപ്പൊ ഇതിലും ഉണ്ട്, ഈ രണ്ട് കാർഡിലും ഉണ്ട്. ഇനി ഇത് പറയണം, ഇതിലുണ്ടോ? ഇതിലില്ല. അപ്പൊ ഇതിനകത്ത് ഇല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിലുണ്ടോ? ഇതിലുണ്ട്. അപ്പൊ ഇതിലുണ്ട്, കണ്ടോ? ഇതിലുണ്ടോ? ഇതിലുണ്ടെന്നാ പറഞ്ഞു. ഇതിലുണ്ടോ? ഇതിലില്ല. അപ്പൊ നിന്റെ മനസ്സിൽ വിചാരിച്ച നമ്പർ ഈ കാർഡുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ ആ കാർഡ് നമുക്ക് ഇങ്ങോട്ടെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ആ മനസ്സിൽ ആ നമ്പർ രണ്ടക്കമുള്ള നമ്പർ അല്ലേ? ആദ്യത്തെ അക്കം ഒന്ന് നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് എന്റെ നെറ്റിലോട്ട് നോക്കിയിട്ട് ആ നമ്പർ വിചാരിച്ചോ. ഇനി രണ്ടാമത്തെ അക്കം അതുപോലെ തന്നെ ഇങ്ങോട്ട് വിചാരിക്കും. ഇനി ആ നമ്പർ എന്റെ നെറ്റിൽ എഴുതിയിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വായിക്കുക. അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇതൊരു പകുതിയിലധികം മുമ്പോട്ടുള്ളതാണ് അല്ലേ? ആണ്. ആദ്യത്തെ 5 തോന്നല്ലേ? ആണ്. 5 രണ്ടാമത്തത് 5 57 57 ആണ്. ഇതാണ് മെന്റലിസം എന്ന് പറയുന്നത്. അതായത് നീ മനസ്സിൽ വിചാരിച്ച സംഭവം നമുക്ക് ഇങ്ങോട്ട് പോരും. അതാണ് മെന്റലിസം എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതൊരു വെറും മെന്റലിസം ട്രിക്കാണ്. ഇത് നമുക്ക് പഠിക്കാം. മാജിക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ദയവായി കമന്റും ലൈക്കും രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് ഈ ഫിക്സ്ഡ്, ഇത് നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. ഇതെല്ലാം 6 കാർഡ്സ് ഉണ്ട്. ഇതിൽ ചില നമ്പറൊക്കെ റിപ്പീറ്റ് ആയിരിക്കും, പക്ഷേ ഇതൊരു പ്രത്യേക ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ 2-ലാണ് തുടങ്ങുന്നത്. 2, 3, 6, 7. 2 കഴിഞ്ഞ് 8 വെച്ച് താഴത്തോട്ട് കൂടും. 2 + 8 10, 18, 26, 3 + 8 9. പക്ഷേ ഇത് ഫിക്സ്ഡ് ആയിരിക്കും. നിങ്ങളിതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് റിപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഇതിന്റെ പടം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കാർഡുകൾ. കാർഡ് 1 ആണിത്. ഇത് കാർഡ് 2, അതുപോലെ ഇത് കാർഡ് 3, കാർഡ് 4, കാർഡ് 5 ആൻഡ് കാർഡ് 6. അപ്പോൾ ഇത് ഈ കാർഡുകൾ നിങ്ങൾ
പ്രിപ്പയർ ചെയ്താൽ മതി. ഈ നമ്പർ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും കാർഡുകൾ നിങ്ങൾ ഉണ്ടാക്കുക. അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കടലാസിൽ പ്രിൻ്റ് ചെയ്തിട്ട് കാർഡ് ബോർഡിൽ വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. ഇത്രയും 6 കാർഡ് നമുക്ക് നമ്മുടെ കയ്യിൽ വേണം. ഇനി നമ്മൾ പ്രേക്ഷകനോട് പറയുന്നത്, കാരണം ഇതിന് 63 വരെ ഉള്ളൂ ഇതിനകത്ത്. അത് കാരണം 63യേക്കാളും കൂടുതൽ നമ്പർ വിചാരിച്ചാൽ പ്രശ്നമാകും. അവർ 1 തൊട്ട് 63 വരെയുള്ള ഏത് നമ്പർ വിചാരിച്ചാലും പറ്റും. കാരണം നമ്മൾ പറയുന്നത് വലിയ സംഖ്യ വിചാരിക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ 63, ഇപ്പോൾ ഒരാളിപ്പോൾ 30 ആണ് വിചാരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത് നമുക്കറിയില്ല 30 ആണ് പ്രേക്ഷകൻ വിചാരിച്ചിരിക്കുന്നതെന്ന്. നമ്മൾ എന്നിട്ട് ഒരു കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഇതിനകത്ത് 30 ഉണ്ട് അല്ലേ? ഇതിനകത്ത് 30 ഉള്ള കാർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ കാർഡ് മനസ്സിൽ ഓർത്തിരിക്കുക 4 ആണ്. 4 എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. രണ്ടാമത്തെ കാർഡ് നമ്മൾ എടുത്ത് കാണിക്കുന്നു. ഇതിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് 30 ഉണ്ട്. കണ്ടോ, ഇതിനകത്ത് 30 ഉണ്ട്. അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ 4ൻ്റെ കൂടെ ഇതിൻ്റെ ആദ്യത്തേത്, അതായത് ഫസ്റ്റ് ഫിഗർ കൂട്ടണം. 4ഉം 2ഉം 6 എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കാണും. അത് കഴിഞ്ഞ് അടുത്ത് ചോദിക്കുന്നു, ഇതിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രേക്ഷകൻ പറയും ഉണ്ടെന്ന് പറയും. കാരണം ഇതിലും 30 ഉണ്ട്. അപ്പോൾ 6ൻ്റെ കൂടെ 8 കൂടെ കൂട്ടും. 6, 8, 14. ഈ 14 എന്നുള്ള ഓർത്തിരിക്കും. ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഉണ്ടെന്ന് പറയാം. കാരണം ഇതിനകത്ത് 30 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫസ്റ്റ് നമ്പർ 16 കൂട്ടും. 16, 14, ഇപ്പോൾ 30. പിന്നെ ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. ഇതിനകത്ത് ഇല്ലെന്നാണ് പറയാം. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, 30 തന്നെ നിൽക്കുന്നു. ഇതിനകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്തും ഇല്ല, 30 ഇല്ലെന്ന്. അപ്പോൾ ആ 30 തന്നെ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് 30 എന്നുള്ളത് കിട്ടി. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 27 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രേക്ഷകൻ ഇതിനകത്ത് കാണിക്കുന്നു 27 ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ 2 കിട്ടി. ഇതിനകത്ത് 27 ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിനകത്ത് 27 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 8 എടുക്കണം. 27 ഉണ്ട്. ആദ്യത്തേത് 8. അപ്പോൾ 8 + 2, 8 + 2, 10. ഇതിനകത്ത് നമ്മളിപ്പോൾ 27 ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിനകത്ത് 27 ഉണ്ട് അല്ലേ? അപ്പോൾ 10ൻ്റെ കൂടെ ഇതിൻ്റെ ആദ്യത്തെ കൂട്ടണം. അപ്പോൾ എത്ര? 16 + 10, 26 ആയി. ഇനി നമ്മൾ ഇതിനകത്ത് 27 ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിനകത്ത് ഇല്ല. പിന്നെ ഇതിനകത്ത് 27 ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിനകത്തുണ്ട്. അപ്പോൾ 27 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്കം 1 ആണ്. 27 + 26 + 1, 27. ഇതിനകത്ത് 27 ഇല്ല. അപ്പോൾ 27 ഉള്ളത് ഏതൊക്കെയാണ്? 27 ഇതുണ്ട്, 27 ഇതിനകത്തില്ല, 27 ഇതിലുണ്ട്, 27 ഇതിലുണ്ട്, 27 ഇതിലുണ്ട്. അപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ്? 2 ഫസ്റ്റിൽ 2 + 8, 10, 10 + 16 എത്രയായി? 26. 26 + 1, 27. ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. അപ്പോൾ ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ട്രിക്കാണ്. നമ്മളൊന്നും ചെയ്യേണ്ട. ഈ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകൻ അവരുടെ നമ്പർ ഉണ്ട് എന്ന് പറയുന്ന കാർഡിലെ ആദ്യത്തെ അക്കം എടുത്തിട്ട് ഉണ്ടെന്ന് പറയുന്ന കാർഡുകളിലെ എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്കം കൂട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിൽ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ആ പ്രേക്ഷകൻ മനസ്സിൽ വിചാരിച്ച കാർഡ് കിട്ടും. ഇത് മാത്തമാറ്റിക്കാണ്, സെൽഫ് വർക്കിംഗ് മാജിക്കാണ്. നമ്മളിതിനകത്തൊന്നും ചെയ്യാനില്ല. ഈ ആദ്യത്തെ അക്കങ്ങൾ മനസ്സിൽ കൂട്ടുക എന്ന് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ മാജിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി മറ്റൊരു മാജിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.